നിങ്ങളെക്കുറിച്ച് ഇത്രയധികം ടെൻഷൻ ആകുന്നതിന്റെ കാരണം ഞാൻ അത്രയും സ്നേഹിക്കുന്നതുകൊണ്ട്. ഐ ലവ് യു സോ മച്ച്. സത്യം? പിന്നല്ലാതെ എന്റെ ജീവൻ വരെ നിങ്ങൾക്ക് തരും. പക്ഷെ ചോദിക്കരുത്, എനിക്ക് നിങ്ങൾക്കൊപ്പം ജീവിക്കണ്ടേ? എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടോ നീ? സത്യം പറഞ്ഞ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട്. ഞാൻ എൻ്റെ ജീവിതം നിന്റെ കൂടെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ സന്തോഷത്തിൽ നീയും വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാ. നീ കൂടെ ഉള്ളപ്പോൾ എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്നൊരു തോന്നൽ. ഇതിപ്പോൾ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഒന്ന് സന്തോഷിച്ചാലോ? സന്തോഷം വേണോ ഇനി? അവളെനിക്ക് ഓർമ്മ വരുവാണല്ലോ. പക്ഷെ എന്തിന്? ശരിക്കും അവളിവിടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ? ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. ഐ ലവ് യു സോ മച്ച്. ഞാൻ തനുവിന് വാക്ക് നൽകിയിരുന്നു അവളെ കല്യാണം കഴിക്കാമെന്ന്. എനിക്ക് അവളെ കല്യാണം കഴിച്ചേ പറ്റൂ പ്രിയ. ഇനിയും എത്ര തവണ അവളെ വേദനിപ്പിക്കും? ഇന്നലെ അവളെ ഒരുപാട് കരയിച്ചു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നൽകി. ഇനി ഇവിടെ വിളിച്ചിട്ട് കുറച്ചുകൂടെ വിഷമിപ്പിക്കാനാണ്. അവൾ അവളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുണ്ടാവും? സ്വന്തം വിധിയെ പഴിക്കുന്നുണ്ടാവും. ഒരാൾ അവളെ പ്രണയിക്കുന്നു, പക്ഷെ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇനി എനിക്ക് അവൾ ചേരില്ല എന്ന് ചിന്തിച്ചു കാണോ? ഒരു തവണ അവൾ എനിക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, തനുവിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും എനിക്കൊന്ന് കണ്ടാൽ മതിയായിരുന്നു. അവൾ ഇവിടേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒറ്റ തവണ കൂടെ എനിക്ക് അവളെ കണ്ടാൽ മതിയായിരുന്നു. ഞാൻ അവളോട് ചെയ്തതിനെല്ലാം മാപ്പ് എനിക്ക് ചോദിക്കണം. ഞാൻ അവൾക്ക് നൽകിയ സ്വപ്നങ്ങൾക്ക് മാപ്പ് ചോദിക്കാൻ പോലും അർഹനല്ല എന്ന് എനിക്കറിയാം. ജാനകി ആന്റി, ആരാ വിളിക്കുന്നത് നോക്കിയേ. ഹലോ ഹലോ ഹലോ, നിങ്ങൾ പറയുന്ന കേൾക്കുന്നില്ല. ഈ സ്നേഹിക്കുന്നവനുണ്ടല്ലോ, സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ശബ്ദം പുറത്തു വരുന്നില്ല. അതുകൊണ്ട് ഫോൺ ചെയ്ത് നിന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുകയാ. ഒന്നും സംസാരിക്കാനില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ നീ ഫോൺ വിളിച്ചത്? അവൾ അടുത്തുള്ളപ്പോഴും നീ അവളെ വേദനിപ്പിക്കുന്നു. ഇപ്പോഴും ഫോൺ വിളിച്ച് അവളെ വേദനിപ്പിച്ചു. ഞാൻ എന്തൊക്കെയായി ചെയ്യുന്നത്? ഈ തുണിയൊക്കെ ഇവൾക്കൊന്ന് മടക്കി വെച്ചൂടെ? ഇവിടെ അവിടെ ജാനകി പോയി ആരാന്ന് നോക്ക്. ആരോ വന്നു. പോകുന്നതിന് മുമ്പ് ഗ്യാസിലെ തീ കുറച്ചേക്ക്. അത്യാവശ്യം വരുമ്പോൾ ഈ വീട്ടിലെ ഒരു മനുഷ്യരും കാണില്ല. ഒരു ജോലി മര്യാദയ്ക്ക് ഇവിടെ നടക്കില്ല. എന്താ, എനിക്ക് അകത്ത് വരാമോ? പ്രിയ എവിടെ? അവൾ അകത്ത മുറിയിലുണ്ട്. എനിക്ക് അവളെ കാണണം. ഒരു സെക്കൻഡ്. നിങ്ങൾ അവളെ കാണണ്ട. നോക്ക് സരളെ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകും. പക്ഷേ ഇപ്പോൾ എനിക്ക് അവളെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. സരളെ,
ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കൂ. എനിക്ക് സമയം തീരെയില്ല. എത്രയും വേഗം അവളെ എന്റെ കൂടെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഞാൻ കൈകൾ കൂപ്പി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് പോകൂ. അവളെ ഒറ്റയ്ക്കിരിക്കാൻ അനുവദിക്കൂ. അവൾ ഒരുപാട് വിഷമത്തിലാണ്. നിങ്ങൾ അവളെ കാണണ്ട പ്ലീസ്. സരളെ, എന്നെ വിശ്വസിക്കൂ. ഞാൻ അങ്ങനെയൊന്നും അവൾക്ക് സംഭവിക്കാൻ അനുവദിക്കില്ല. സത്യം. നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ നിങ്ങളുടെ മരുമകളെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് വിട്ടത്. എന്റെ മകൾക്ക് എന്ത് സംഭവിച്ചു? ഇന്ന് അവൾ അബിയുടെ ഫാനാ, അവന്റെ സെക്രട്ടറിയാണ്, അവന്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. പക്ഷെ അവന്റെ ഭാര്യയല്ല. അബി അവന്റെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞെങ്കിൽ എന്റെ മകളും തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. അവൾക്ക് അവിടെ വരാൻ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ അവളുടെ അടുത്ത് പോയി അവളെ വിഷമിപ്പിക്കുന്നത്? സരളെ നോക്കൂ. നിങ്ങൾ എന്നെ വിശ്വസിച്ച് അവളെ എന്റെ മരുമകളാക്കി എന്റെ വീട്ടിൽ അയച്ചതല്ലേ? ഇന്ന് നിങ്ങൾ എന്നെ വിശ്വസിക്കൂ, എന്നിട്ട് കേൾക്കൂ. അബിയുടെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ നിങ്ങളുടെ മകളുടെ അമ്മായിയമ്മ തന്നെയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മകളെ അല്ല, എന്റെ മരുമകളെ ഞാൻ കാണാൻ വന്നത്. എന്നെ തടയരുത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാകാതെ വരുന്നത്. എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല പ്രിയ അവിടെ പോകുന്നത് തടയണോ അതോ വേണ്ടയോ എന്ന്. ഞാൻ എൻ്റെ മകളെ സന്തോഷവതിയായി കാണാൻ ആഗ്രഹിക്കുന്നു. എനിക്കിപ്പോ ഒരു പ്രതീക്ഷയേ ഉള്ളൂ, എന്തെങ്കിലും അത്ഭുതങ്ങൾ നടന്ന് ഈ കല്യാണമൊന്നും മുടങ്ങിയിരുന്നെങ്കിലെന്ന്. പ്രിയയും അബിയും ഒന്നായിട്ട് പ്രിയയുടെ എല്ലാ സന്തോഷങ്ങളും അവൾക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ പ്രിയ അവനിൽ നിന്നും അകന്ന് ജീവിച്ചാൽ ഞാൻ അവളെ ഈ ഓർമ്മകൾ മാത്രമായി ജീവിക്കാൻ അനുവദിക്കില്ല. ഞാൻ അവൾക്ക് ജന്മം കൊടുത്തവളാണ്. അവൾ ദിനം പ്രതി മരിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല. എനിക്കറിയില്ല ഇനി എന്ത് സംഭവിക്കുമെന്ന്. പക്ഷെ എൻ്റെ പ്രിയമോൾക്ക് ഇതിലും അധികം വിഷമങ്ങൾ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അച്ഛമ്മ. അതെ, ഞാൻ എന്റെ മരുമകളെ കാണാൻ വന്നതാ. അച്ഛമ്മയുടെ മരുമകൾ ഇപ്പൊ മറ്റാരോ. അവളെ അദ്ദേഹം കല്യാണം കഴിക്കുന്നതും അച്ഛമ്മ അവർക്കൊപ്പം ഉണ്ടാവേണ്ടത്. എനിക്ക് ഈ സമയത്ത് ആരുടെ ഒപ്പമാണ് ഉണ്ടാകേണ്ടത്? ഞാൻ അയാൾക്കൊപ്പമാണ്. കാരണം പ്രതീക്ഷയും ധൈര്യവും നിന്നെ കൈവിട്ടു. നിന്റെ കൂടെയുള്ളവർ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ടില്ല, പിന്നെ ഒറ്റയ്ക്കാക്കുകയില്ല. അദ്ദേഹം എന്നെ ഒറ്റയ്ക്കാക്കിയില്ലേ? ഈ ലോകത്ത് ഏറ്റവും അധികം സ്വന്തമാണെന്ന് കരുതിയ വ്യക്തി അദ്ദേഹം തന്നെ എന്നെ കൈവിട്ടില്ലേ? അതിന്റെ കാരണം നീ അങ്ങനെ സംഭവിക്കാൻ അനുവദിച്ചു. ഇതൊക്കെ ചെയ്തിട്ട് നീ ഇപ്പൊ കരയണോ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ കരയുന്നത്? തനുവിന്റെ വിജയം കാരണോ, അതോ പോരാടാതെ തന്നെ യുദ്ധം തോറ്റതുകൊണ്ടോ? ഒരു യുദ്ധവും ഇല്ലല്ലോ അച്ഛമ്മ. തനുവിന്റെ വിജയത്തിലോ എന്റെ തോൽവിയിലോ അല്ല കാര്യം. ഇനി അഥവാ യുദ്ധം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എന്നോട് ചെയ്യുന്നതാ. കാരണം എനിക്ക് എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം ഇനി അദ്ദേഹം മറ്റൊരാളുടേതാണെന്ന്. ശരി, അപ്പോൾ നിനക്ക് അബിയെ നേടണമെന്നില്ല. നീ അവനെ മറക്കാനാണ് ശ്രമിക്കുന്നത്. നിന്റെ മനസ്സിൽ നിന്ന് അവന്റെ ഓർമ്മകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതെ, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ മുറിയിൽ നിന്ന് നിനക്കിതിനെ മാറ്റാൻ കഴിയുന്നില്ല. പിന്നെ നിന്റെ മനസ്സിൽ നിന്ന് എങ്ങനെ മാറ്റും? പിന്നെ അവൻ മറ്റാരുടേതാണെന്ന് നീ സമ്മതിച്ചെങ്കിൽ പിന്നെ എന്ത് അവകാശത്തിലാണ് വീണ്ടും നീ ഈ ഫോട്ടോ ഈ മുറിയിൽ സൂക്ഷിക്കുന്നത്? പിന്നെ നീ ഈ തോൽവി സമ്മതിച്ച സ്ഥിതിക്ക് നീ എന്തിനാണ് വീണ്ടും കരയുന്നത്? എന്താ ഈ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ നിന്നെ മരുമകളാക്കിയത്? പിന്നെ ഏത് ദിവസത്തിന് വേണ്ടി അച്ഛമ്മ? പറയൂ അച്ഛമ്മ, ഏത് ദിവസത്തിന് വേണ്ടി അച്ഛമ്മ എന്നെ മരുമകളായി ആ വീട്ടിലേക്ക് കൊണ്ടുപോയത്? അദ്ദേഹത്തിന്റെ കൺമുന്നിൽ ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ കൂടെ ഇല്ലാതെ ഞാൻ വിഷമിച്ച ദിവസത്തിന് വേണ്ടിയോ? അതോ അദ്ദേഹത്തിൽ അവകാശം ഉണ്ടായിട്ടും എല്ലാ ദിവസവും ആ അവകാശത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വന്ന ദിവസത്തിന് വേണ്ടിയോ? അച്ഛമ്മ, ഞാൻ ഒരിക്കൽ പോലും ഒരു സുമംഗലി എന്ന രീതിയിൽ ജീവിതം അനുഭവിച്ചിട്ടില്ല. എല്ലാ ദിവസവും സുമംഗലിയായിട്ടുള്ള പരീക്ഷണങ്ങൾ ഞാൻ നേരിട്ടു. എല്ലാ ദിവസവും സുമംഗലിയായി കഴിയാൻ വേണ്ടി ഞാൻ പോരാടി. ഒരു ദിവസം സന്തോഷമായിട്ട് ഇരുന്നിട്ടില്ല എന്റെ ഭർത്താവിനോടൊപ്പം. ആ വീട്ടിൽ പോയ അന്ന് മുതൽ ആരോടെങ്കിലും ഒക്കെ വഴക്കുണ്ടാക്കേണ്ടി വരുന്നു. ചിലപ്പോ തനുവായിട്ട്, ചിലപ്പോ ആലിയുമായിട്ട്, ചിലപ്പോ എന്റെ വിധിയോട് തന്നെ. ഇതിലേത് ദിവസം, ഏത് ദിവസത്തിന് വേണ്ടി എന്നെ കൊണ്ടുപോയത് അച്ഛമ്മ? പറയുന്നേ, ഞാൻ കരയില്ല. എന്തുകൊണ്ട് കരയാതിരിക്കണം അച്ഛമ്മ? ഞാൻ എന്റെ പ്രണയത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്താലും അതൊന്നും വിജയിക്കുന്നില്ല. എല്ലായിടത്തും ഞാൻ തോറ്റു പോകുന്നു. എങ്കിലും ഞാൻ കരയാൻ പാടില്ല. കാരണം
കാരണം ഞാനൊരു മനുഷ്യനല്ലല്ലോ, എനിക്ക് വിഷമങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് വേണ്ടി, അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹം സന്തോഷം മറ്റൊരാളിൽ കണ്ടെത്തിയപ്പോ കരയാനുള്ള അവകാശം പോലും ഇല്ല എനിക്ക്. അച്ഛമ്മ, ഞാനും എന്റെ ഇഷ്ടത്തിനല്ല അദ്ദേഹത്തെ വിവാഹം കഴിച്ചത്. പക്ഷെ എന്റെ കടമകൾ ഞാൻ നിറവേറ്റുന്നില്ല അച്ഛമ്മ. അച്ഛമ്മയ്ക്ക് അറിയാലോ, അന്നൊക്കെ എല്ലാ ദിവസവും അദ്ദേഹം തനുവിന്റെ വീട്ടിലായിരുന്നു. എങ്കിലും ഞാൻ എന്റെ കടമകൾ ചെയ്തു. നല്ലൊരു സുഹൃത്താവാൻ ശ്രമിച്ചു ഞാൻ. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ സത്യസന്ധത കണ്ടപ്പോ പ്രണയം തോന്നിപ്പോയി. ഞാൻ എന്റെ പ്രണയത്തിൽ സന്തോഷവതിയായിരുന്നു അച്ഛമ്മ. അപ്പോഴേ എനിക്ക് മനസ്സിലായത് തനു അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോവാന്ന്. ഞാൻ വിഷമിക്കേണ്ടതല്ലേ അച്ഛമ്മ, പക്ഷെ ഞാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ എന്താ ചെയ്തത്? അച്ഛമ്മയുടെ കണ്ണുകളിൽ ആ ആഗ്രഹം ഞാൻ കണ്ടു. എന്നാൽ അദ്ദേഹം എന്നെയാണ് സ്നേഹിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു ചെറുമകനെ ഞാൻ അച്ഛമ്മയ്ക്ക് തരില്ലേ? അച്ഛമ്മയെ അദ്ദേഹം സ്വന്തം ജീവനേക്കാളും സ്നേഹിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്റെ ഭർത്താവിനെയും എന്റെ പ്രണയത്തെ മറന്നു. എന്നിട്ട് ആ വീട് ഉപേക്ഷിച്ച് ഞാൻ വന്നു. അതിലും വലിയൊരു പരീക്ഷണവും ഒരു സുമംഗലി അനുഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ എനിക്കുള്ള പരീക്ഷണങ്ങൾ അവിടെയും അവസാനിച്ചില്ല. എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ആലിയും തനുവും ചേർന്ന് എന്നെ ചതിച്ചതാന്ന്. തനു എന്നോട് കള്ളം പറഞ്ഞതാണെന്ന്. പിന്നെ അച്ഛമ്മ പറഞ്ഞതുപോലെ എന്റെ പ്രണയം ഞാൻ മറന്നു. ശത്രുക്കളിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാനായി ഞാൻ സ്വയം ശത്രുവായി മാറി. ഈ വീട്, ഈ സ്വത്ത്, ഇതെല്ലാം നിന്റെ ഏട്ടന്റെയാ? ആണെന്നല്ല, ആയിരുന്നു. നിനക്ക് ഭ്രാന്താണോ? നീ ഇത്രയും നാളും എന്താ വല്ല ഭ്രാന്താശ്രയിലും പോയി കിടക്കുമായിരുന്നോ? മൈൻഡ് യുവർ ലാംഗ്വേജ് ആലിയ. ഒരു സാധാരണക്കാരിയോടല്ല നീ സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. ഞാൻ ഈ വീടിന്റെ ഉടമയാ. പ്രണയം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ച കണ്ണുകളിൽ ആദ്യമായി എന്നോടുള്ള വെറുപ്പ് ഞാൻ കണ്ടു. വെറുപ്പ് കാണാൻ തുടങ്ങിയപ്പോ ഒരുപാട് വിഷമം തോന്നി. അപ്പോഴും എനിക്ക് കരയാനുള്ള അവകാശം ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ കരഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ മുന്നിലല്ല, ഒളിച്ചൊളിച്ച്. ഇതിനേക്കാളും വലിയ പരീക്ഷണങ്ങൾ ഇനി കാണില്ലല്ലോ അച്ഛമ്മ. എല്ലാം ശരിയാകാൻ തുടങ്ങിയപ്പോ ആലിയയുടെയും തനുവിന്റെ സത്യാവസ്ഥ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ എന്റെ സ്നേഹം തുറന്നു പറഞ്ഞു. അദ്ദേഹം തന്റെ പ്രണയം പറഞ്ഞു. അപ്പോഴേക്കും ദൈവം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തട്ടിയെടുത്തു. പിന്നെ അദ്ദേഹം മറ്റൊന്നും മറന്നില്ല. എന്നെ മറന്നു, ഞാനുമായുള്ള ബന്ധം മറന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ മോശമായി ബാധിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ നിന്ന് അകന്ന് ജീവിച്ചു. അതിനായി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ശീലം തന്നെ ഉണ്ടാക്കിയെടുത്തു. അദ്ദേഹം ഇല്ലാതെ ജീവിക്കാമെന്ന് മനസ്സിൽ കരുതിയിരുന്നപ്പോഴാ ജീവിതം വീണ്ടും അദ്ദേഹത്തെ എന്റെ മുന്നിൽ കൊണ്ട് നിർത്തി. ആ കടങ്കഥയ്ക്കുള്ള ഉത്തരം എനിക്ക് അറിയില്ല അച്ഛമ്മ. അദ്ദേഹത്തോട് പ്രണയം ഉണ്ടെങ്കിലും അതൊന്നും ഞാൻ പ്രകടിപ്പിച്ചില്ല. അദ്ദേഹം എന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. എന്റെ ഫീലിങ്സിനെ കുറിച്ചോ ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ചോ ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് പോയി ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇനി ചിലപ്പോൾ അദ്ദേഹത്തോട് സത്യം പറഞ്ഞാതെ അദ്ദേഹത്തിന്റെ മാനസിക നില തകർക്കുമെന്ന് ഭയന്നു. ഞങ്ങളുടെ പ്രണയം അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ നിന്ന് പോയി കാണും, പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് എത്ര തവണ അകലാൻ ശ്രമിച്ചാലും അദ്ദേഹം എന്റെ അരികിലേക്ക് വരികയായിരുന്നു. എനിക്കത് ഇഷ്ടമായിരുന്നു. സന്തോഷം കാരണം ഞാനും അദ്ദേഹത്തോട് അടുക്കാൻ തുടങ്ങി. ഞാൻ കരുതി എല്ലാം വേഗം ശരിയാവുമെന്ന്, ഞങ്ങൾ എന്നേക്കുമായി ഒന്നാകുമെന്ന്. പക്ഷെ ഒന്നും നടന്നില്ല. എന്റെ സിന്ദൂരവും താലിയും എല്ലാം എനിക്ക് നഷ്ടമായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിന്നെ പ്രണയിക്കുന്നുണ്ട്, പക്ഷെ കല്യാണം കഴിക്കുന്നത് തനുവിനെ ആയിരിക്കുന്നു. അതുകൊണ്ടാ ചോദിക്കുന്ന അച്ഛമ്മ, ഞാൻ ആരോട് യുദ്ധം ചെയ്യും? അദ്ദേഹം എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞങ്ങൾ ഒരുമിക്കുന്നത് ശരിയല്ല, പക്ഷെ തനു അവളെ കൂടെ ഉള്ളതാ ശരിയെന്ന്. എനിക്ക് നല്ല ദേഷ്യം വന്ന അച്ഛമ്മ. എല്ലാ സത്യങ്ങളും അവിടെ വെച്ച് തുറന്നു പറയാൻ തോന്നി, ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച്, സത്യാവസ്ഥയെക്കുറിച്ച്. പക്ഷെ ഞാൻ കരുതി ആ സത്യം ഞങ്ങളെ മാത്രം ബാധിക്കുന്നതാണല്ലോ എന്ന്. ആ സത്യം അദ്ദേഹത്തിന്റെ ജീവന് തന്നെ ഭീഷണിയായല്ലോ.
അതുകൊണ്ട് ഞാൻ വീണ്ടും മിണ്ടാതിരുന്നു. അദ്ദേഹത്തിന്റെ തീരുമാനം തന്നെയാ ശരിയെന്ന് ഞാൻ സമ്മതിച്ചു. തിരികെ ഞാൻ ഈ വീട്ടിലേക്ക് വന്നു. എന്റെ മനസ്സെല്ലാം തകർന്നു പോയിരുന്നു. ഇനി ചിലപ്പോ ഇത് തന്നെയാകെ ശരി അച്ഛമ്മ. ചിലപ്പോഴല്ല, ഇത് തന്നെയാ ശരി. വിധി എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അറിയില്ല. പിന്നെ അച്ഛമ്മ തന്നെയല്ലേ പറയാറ്, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്നേഹിക്കുന്നവരെ വിട്ടുപിരിയണമെന്ന്. പക്ഷേ എന്ത് പക്ഷേ അച്ഛമ്മ? ഞാൻ എന്താ ചെയ്യാത്തത്? അച്ഛമ്മ പറഞ്ഞ ഏത് കാര്യ ചെയ്യാതിരുന്നിട്ടുള്ളത് പറ? ഏത് യുദ്ധം ഇനി പോരാടാൻ ബാക്കി? ആ കുടുംബത്തിൽ എല്ലാവരോടും ഞാൻ മത്സരിച്ചില്ലേ? ഇനി ഇനി എനിക്കായിട്ട് എന്താ ബാക്കിയുള്ളത്? സ്വന്തം ജീവൻ വെച്ച് ഞാൻ കളിച്ചു. എന്റെ അമ്മയുടെ ജീവൻ വരെ അപകടത്തിലാക്കി. എന്റെ സ്വന്തം അനുജത്തിയെ നഷ്ടപ്പെടുത്തി. 2 ദിവസം മുൻപ് പ്രണവ് കോമയിലായിരുന്നില്ല അച്ഛമ്മ? ഇതിലപ്പുറം ഇനി എന്ത് പരീക്ഷണം നേരിടണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്ന അച്ഛമ്മ, മതി, ഒരുപാടായി. ഇനി എനിക്ക് ആരോടോ യുദ്ധം ചെയ്യാൻ വയ്യ. തനുവിനോടോ ആലിയോടോ എന്റെ വിധിയോടോ ഒന്നും. മതി, എനിക്കിനി ധൈര്യമില്ല. ഞാൻ തളർന്നു പോയി അച്ഛമ്മ. എനിക്കിനി ഒന്നിനും കഴിയില്ല. പ്ലീസ് എന്നെ വിട്ടേക്കച്ഛമ്മ. നീ പറഞ്ഞതെല്ലാം ശരിയാണ്. നിന്റെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ത്യാഗങ്ങളും, ഇതെല്ലാം നീ ഒരുപാട് തരണം ചെയ്തു, ശരിയല്ലേ? ഇതാരും ഒരിക്കലും ചെയ്യില്ല. എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാകും മോളെ. നിന്റെ ദുഃഖം എന്താണെന്നും എനിക്കറിയാം മോളെ. നീ കേട്ടിട്ടില്ലേ, ശത്രു പൂർണ്ണമായും വിജയിക്കാതെ ഒരിക്കലും നമ്മൾ തോൽവി സമ്മതിക്കാൻ പാടില്ല. തനു ജയിക്കുന്നത് അബിയെ കല്യാണം കഴിച്ചാലല്ലേ. ഇതുവരെ കല്യാണം നടന്നിട്ടില്ല. കല്യാണത്തിന് മുൻപ് നീ എങ്ങനെ അവനെ അവളുടേതായിട്ട് കാണും? ഇപ്പോഴും അവൻ നിന്റെ ഭർത്താവാണ്. പിന്നെ നീ നിന്റെ ഭർത്താവിനെ മറ്റൊരാൾക്കൊപ്പം എന്തിനാണ് ഉപമിക്കുന്നത്? ഞാൻ നിന്നെ പരീക്ഷണങ്ങൾ നേരിടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. വിജയം തൊട്ടരികയാണ്. പിന്നെ നീ പിന്മാറുന്നത് ചിന്തിക്കുകയാണോ? മോളെ, കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ മതി. ഈ വിജയം നമുക്ക് സ്വന്തമാക്കാം. എത്ര ദിവസം നീ പോരാടി? ഒരു ദിവസം കൂടെ മോളെ, നീ ശ്രമിക്കും മോളെ, ഒരു ദിവസം കൂടെ. അല്ലേ അച്ഛമ്മ, ഇനി എന്താ ബാക്കിയുള്ളതെന്ന് ഞാൻ ചോദിച്ചത്. അച്ഛമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. മറ്റൊരാളാണ് എന്നോട് അദ്ദേഹത്തിൽ നിന്ന് അകലം പറഞ്ഞതെങ്കിൽ ഞാൻ യുദ്ധം ചെയ്തേനെ ഈ ലോകത്തോട് തന്നെ. പക്ഷെ ഇത് അദ്ദേഹം തന്നെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ, മറ്റൊരാളെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു എന്ന്. അദ്ദേഹത്തിന് ഞങ്ങൾ തമ്മിൽ ഒരുമിക്കുന്നത് തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ ആ ആൾക്ക് വേണ്ടി എന്തിനു ഞാൻ യുദ്ധം ചെയ്യണം? അതുകൊണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്കുക അച്ഛമ്മ. എല്ലാം അവസാനിച്ചു. എന്റെ ധൈര്യവും തീർന്നു. ഇനി യുദ്ധം ചെയ്യാനുള്ള കാരണവും ഇല്ലാതായി. എനിക്കറിയാം മോളെ, നിന്റെ ധൈര്യമെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ മോളെ, പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. നീ എല്ലാം ചെയ്തു നോക്കി കഴിഞ്ഞു. ഇനി നീ ഒന്നും ചെയ്യണ്ട. കാരണം ഇനി എന്റെ ഊഴമാണ്. ഇത് നിന്റെ അച്ഛമ്മയുടെ ഊഴമാണ്. അബിയല്ലേ നിന്നെ കൈവിട്ടത്, ഞാനല്ലല്ലോ. ഇതിന് പകരമായി നീ എന്റെ കൂടെ നിൽക്കില്ലേ? മതി, ഒരു തവണ മതി. നീ എന്റെ കൂടെ നിൽക്ക്. സമയമില്ലല്ലോ അച്ഛമ്മ, ഇനി ഒന്നും ചെയ്യാനാവില്ല. എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്റെ കൂടെ വന്നാ മതി. പിന്നെ നോക്ക് ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. അച്ഛമ്മ, ഞാൻ എങ്ങനെ അവിടെ മണ്ഡപത്തിൽ അവൾ വലം വയ്ക്കുന്നതിന് മുൻപ് നീ നിന്റെ കല്യാണത്തിന് നൽകിയ വാക്കുകൾ തെറ്റാതിരിക്കുക. ഓർക്കണം, നിന്റെ ഭർത്താവിനുണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തം ആദ്യം നീ നേരിടണം. അബി നിന്റെ ഭർത്താവാണ്, എന്റെ ചെറുമകനാണ്. നമ്മൾ രണ്ടുപേരും ചേർന്ന് എന്തെങ്കിലും ചെയ്യും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കുകയും ചെയ്യും. പക്ഷെ അച്ഛമ്മ, ഞാൻ എങ്ങനെ അവിടെ പോകും? നീ എന്റെ കൂടെ നിൽക്ക്. പിന്നെ ഈ കല്യാണം ഞാൻ മുടക്കി കാണിക്കാം. സരള എന്നെ വിശ്വസിച്ച് പറഞ്ഞതാണ്. അവർ തന്റെ മകളെ എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ അയക്കുകയാണെന്ന്. ഞാൻ എന്നെ വിശ്വസിച്ച് തന്നെ നിന്നെ എന്റെ മരുമകളാക്കി എന്റെ വീട്ടിൽ കൊണ്ടുവന്നു. നീ നിന്റെ കടമകൾ നിറവേറ്റി. എനിക്കും ഈ ബന്ധത്തിന്റെ പേരിലുള്ള എന്റെ കടമകൾ നിറവേറ്റേണ്ടതുണ്ട്. അതെന്റെ അവകാശമാണ്. നോക്കുമോളെ, ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. അച്ഛമ്മ, എന്താ ഇത്? മതി മോളെ, ഒരു തവണ നീ എന്റെ കൂടെ നിൽക്ക്. പിന്നെ നോക്കിക്കോ, ഈ കല്യാണം ഞാൻ മുടക്കിയിരിക്കും. അച്ഛമ്മ, അത് ഒരു തവണ നിങ്ങൾ പിരിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി തനുവിനെ അബിയോടൊപ്പം കാണാൻ ഒരിക്കലും എനിക്ക് കഴിയില്ല. ഒരിക്കലും കഴിയില്ല. നോക്കുമോളെ,
ജോഡികൾ ഈശ്വരനാണ് നിർമ്മിക്കുന്നത്. ആ ജോഡികളുടെ കടമകൾ നിറവേറ്റേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മൾ ജീവിതകാലം മുഴുവൻ ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം.